ഈ ദിവസം നമ്മളൊരു പുതിയ തുടക്കം കുറിക്കുകയാണ്. മുൻപും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദുരന്തങ്ങൾ നമ്മൾ സഹായം നൽകി പോകും. ഇത്തരം ആകമൊത്തം ഒരു പ്രദേശം മാഞ്ഞു പോകുന്ന ഒരു ദുരന്തം കേരളത്തിൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പുനരധിവാസവും ഒരു വളരെ സവിശേഷമായ പ്രത്യേകമായ മുൻപൊരിക്കലും ചെയ്തിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പുനരധിവാസമാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മോഡൽ ടൗൺഷിപ്പ് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഇന്ന് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഭൂമിയിൽ ഒരു പുതിയ ഒരു ജീവിതത്തിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കുറേ നാളായിട്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള ഒരു ബാക്ക് റൂമിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു ഡ്രോയിങ്ങും പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഇടപെടലുകളും ഫണ്ട് സ്വരൂപിക്കലും അതിനുള്ള ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള വിദ്യ കണ്ടെത്തുന്നതും ഇതെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നിടത്തുനിന്ന് ആർക്കിടെക്ചറലായിട്ടുള്ള ആർക്കിടെക്ചർ ഇത് വർക്കൗട്ട് ചെയ്യുന്നതും പിന്നെ ഇത് ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുവരുന്നത് ഒരു ശക്തമായ റെസീലിയൻ്റ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ടൗൺഷിപ്പ് ആയിരിക്കണം. അത് ഇക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം, സുസ്ഥിരമായിരിക്കണം, എല്ലാ തരത്തിലുള്ള നന്മകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൗൺഷിപ്പ് നമ്മളുണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഇതിന് നേതൃത്വം കൊടുത്തവരെല്ലാവരും തന്നെ ഇന്ന് ഈ ഒരു വളരെ വളരെ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ നിമിഷത്തിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ആദ്യം തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയും KSDMA ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ വൈസ് ചെയർമാനും കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീ K. രാജനാണ്. ഇവിടെ ഈ പ്രവർത്തനത്തിന് മുഴുവനും നേതൃത്വം നൽകുകയും നമ്മുടെ ഒപ്പം നിൽക്കുകയും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഓരോന്നും തന്നെ കണ്ട് അറിയുകയും നേറുകയും പരിഹരിക്കുകയും ചെയ്യുന്നതിലേക്ക് വേണ്ടി ഇപ്പം തൃശ്ശൂരിൽ നിന്നല്ല, തിരുവനന്തപുരം നിന്നല്ല, വയനാട്ടിൽ തന്നെ വളരെയധികം സമയം ചെലവഴിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അധ്യക്ഷനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ടൗൺഷിപ്പ് എന്ന സ്വപ്നം കണ്ടതും അതിനൊരു യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നമുക്കെല്ലാവർക്കും നേതൃത്വം നൽകിയതും ഇതിനുണ്ടായി വരുന്നിട്ടുള്ള നൂലാമാലകളൊക്കെ കുരുക്കുകൾ അഴിച്ചു തരുന്നതിലും ഒക്കെ തന്നെ നമുക്ക് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശിലാസ്ഥാപകനായിട്ടുള്ള കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥികളായി വയനാട് ജില്ലയുടെ മന്ത്രിയും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ മന്ത്രിയായ ശ്രീ OR കേളു എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. ശ്രീ റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി വരുമെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയും എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി. ശ്രീ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഒപ്പമുള്ള ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ശ്രീ PA മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം നിൽക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ T. സിദ്ദീഖ്, കൽപ്പറ്റ MLA, അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട വയനാട്ടിൻ്റെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. മാഡത്തിനെയും വെൽക്കം ടു യു മാഡം ഫോർ joining us on this very special occasion. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ വിഷ്ണുദാസ് MLA നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ വന്നിട്ടുള്ള മറ്റ് വിശിഷ്ടരായിട്ടുള്ള ഓഫീസേഴ്സ്, ഇവിടെ ശ്രീ സംഷദ് മരക്കാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വയനാട്ടിലും DPCയുടെ നേതൃത്വത്തിലും നമ്മുടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനുമായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷദ് മരക്കാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുക്കാൻ പിടിക്കുന്ന റവന്യൂ വകുപ്പ് സെക്രട്ടറി ശ്രീമതി ടിങ്കു ബിസ്വാളിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് നമ്മുടെ ജില്ലാ കളക്ടർ നമ്മളോടൊപ്പമുണ്ട്. KSDMAയുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. ഇത് കൂടാതെ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടും സ്വാഗതം ചെയ്യേണ്ടുന്നത്, ഇന്നിവിടെ നമ്മൾ ഗുണഭോക്താക്കളായി ഈ ടൗൺഷിപ്പിൻ്റെ ഗുണഭോക്താക്കളായി നമ്മൾ കണ്ടിട്ടുള്ള കുടുംബങ്ങളും അതിലെ കുടുംബനാഥരും അവരുടെ എല്ലാ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്തു. സ്നേഹം നിറഞ്ഞ നാട്ടുകാരിവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പോൺസർഷിപ്പും എല്ലാവിധത്തിലും വയനാട്ടിലെ ഈ ദുരന്തത്തിൽ കൈത്താങ്ങായിട്ട് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ധാരാളം പേർ ഇവിടെ എത്തി നിൽക്കുന്നു. ഈ എല്ലാവരെയും ഒരൊറ്റ വാചകത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കത്തിൽ നിന്നൊഴിയുന്നു. നമസ്കാരം. നന്ദി ശ്രീമതി ശാരദാ മുരളീധരൻ. നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയും കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വൈസ് ചെയർമാനുമായ ശ്രീ K. രാജൻ അവർകളാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. വയനാട് മാതൃകാ ടൗൺഷിപ്പിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിൻ്റെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നടത്തുന്ന ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ദീർഘമായൊരു കാലം എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ ചേർത്തുപിടിക്കുകയും ദുരന്ത നിവാരണത്തിൻ്റെ ഒരു മാതൃകാ ലോകത്തിന് കേരളത്തിൻ്റെ മുൻനിർത്തി കാണിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്ത ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരായിട്ടുള്ള മന്ത്രിമാർ ശ്രീ OR കേളു, ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, പ്രിയങ്കരനായ ശ്രീ മുഹമ്മദ് റിയാസ്, പ്രിയങ്കരനായ ബഹുമാന്യനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ബഹുമാനപ്പെട്ട വയനാട് MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ബഹുമാനപ്പെട്ട MLA ശ്രീ T. സിദ്ദിഖ്, വേദിയിലുള്ള ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദീർഘമായിട്ടുള്ള ഒരു അധ്യക്ഷ പ്രസംഗത്തിന് മുതിരുന്നില്ല. നിറഞ്ഞ മനസ്സോടെയാണ് ഇന്ന് നമ്മൾ എൽസ്റ്റോൺ എസ്റ്റേറ്റിന്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ ഒത്തുചേർന്നിട്ടുണ്ട്. ജൂലൈ 30 കാലം എത്ര പോയാലും നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത ഒരു ദുരന്ത ദിവസത്തിന്റെ പേരായി മാറിക്കഴിഞ്ഞു. ജൂലൈ 30 ആ ദുരന്തമുണ്ടായത് മുതൽ നമ്മളെല്ലാവരും ഇവിടെയായിരുന്നു. ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ ഒരു ദുരന്തമുണ്ടായാൽ മലയാള നാട് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക എന്നും ഏതെല്ലാം വിധത്തിലാണ് അതിൻ്റെ ദുരന്ത നിവാരണ പ്രക്രിയയിൽ പങ്കാളിയാവുക എന്നും എങ്ങനെയാണ് ആ ജനങ്ങളെ ചേർത്തു പിടിക്കുക എന്നും ഈ ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ, പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ എങ്ങനെ പങ്കാളിയാകാമെന്നും 8 മാസക്കാലം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിച്ചവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നിർവഹിക്കുന്നതോടെ നിറഞ്ഞ വേദിയും സദസ്സും ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലോ ലോകത്തു തന്നെ എവിടെയോ കാണാൻ കഴിയാത്ത
പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഒരു ലോക മാതൃകയ്ക്ക് കേരള മോഡലിന് പേരുകേട്ട കേരളം ആ പുനർനിർമ്മാണ പ്രവർത്തനത്തിന്റെ ഒരു ലോക മാതൃകയിലേക്ക് കടക്കുന്ന അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നിറഞ്ഞ ദുഃഖത്തിനിടയിലും നാം ഈ വേദിയിൽ കടന്നു പോകുന്നത്. നമുക്കറിയാം 298 മനുഷ്യർ 8 മാസം മുമ്പ് വരെ നമ്മളോടൊത്ത് ജീവിക്കുകയും നമ്മളെപ്പോലെ കളിച്ചും ഉല്ലസിച്ചും ഭക്ഷണം കഴിച്ചും ജോലി ചെയ്തും നമുക്കിടയിലൂടെ നടക്കുകയും ചെയ്ത 298 മനുഷ്യർ ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കാകില്ല. അവർ സൃഷ്ടിച്ചത് വലിയ ദുഃഖമാണ്. അവരുടെ വേർപാട് മാറ്റാനാകാത്ത ഒരു വേദനയാണ്. ആ വേദന ഉയർത്തിപ്പിടിക്കുമ്പോഴും ആ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതൊഴിച്ചാൽ ചൂരൽമലയ്ക്ക് മുണ്ടക്കൈയും പുഞ്ചിരിമറ്റവും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയ്ക്ക് നഷ്ടപ്പെട്ട ഭൗതിക സൗകര്യങ്ങളെല്ലാം കുറഞ്ഞ കാലം കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പുനരധിവാസ പ്രവർത്തനത്തിന് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കേരളം ഒരു മനസ്സായി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഉറപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിലുള്ള ഈ ഘട്ടത്തിൽ തന്നെ പറയുന്നു, ഒരു ദുരന്തബാധിതനും ഈ മണ്ണിൽ ഒറ്റപ്പെടില്ല. വീട് വെച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഭൂമി നഷ്ടപ്പെട്ടവർക്ക്, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവർക്ക്, കൃഷി നഷ്ടപ്പെട്ടവർക്ക്, നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ട സ്കൂളുകൾ, പാലങ്ങൾ, പുതിയ നിർമ്മിതികളെല്ലാം ഉൾപ്പെടെ ഒരു പുതിയ നാട് സൃഷ്ടിക്കലാണ് നമ്മുടെ ചുമതല. സാധാരണ ദുരന്തമുണ്ടായാൽ പലരും ചോദിക്കുന്നത് പോലെ ദുരന്തത്തിന്റെ നേരത്തെയുള്ള മാതൃകകൾ വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ എന്ന ചോദ്യം ഉണ്ടാകാം. എന്നാൽ കേരളം എന്തുകൊണ്ട് ടൗൺഷിപ്പ് എന്ന മുഖ്യമന്ത്രിയുടെ സ്വപ്നം സബലീകരിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നു? വയനാട്ടിൽ, ചൂരൽമല ഉൾപ്പെടുന്ന വയനാട്ടിൽ പ്രത്യേകിച്ച് കേവലമായ നഷ്ടപരിഹാരം കൊടുത്ത് ഒഴിവാക്കപ്പെടുന്ന മനുഷ്യർ ഒരു പുതിയ വീട് ഒരേ മണ്ണിൽ രൂപീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും നമുക്ക് പറയാനാകില്ല. കാരണം വയനാടിന്റെ ഭൂമി പ്രത്യേകതകളുണ്ട്. അധികവും എസ്റ്റേറ്റുകളാണ്. അതും ഭൂപരിഷ്കരണ നിയമത്തിന്റെ 81 അനുസരിച്ച് എക്സംഷൻ കിട്ടിയ എസ്റ്റേറ്റുകൾ. അവിടെ നിന്ന് മുറിച്ചു വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ചാൽ അതിന് സ്ഥിരീകരണമോ സ്ഥാരീകരണമോ കൊടുക്കാൻ നമുക്കാകില്ല. ജന്മം കൊണ്ട ഭൂമികൾ അധികമില്ലാത്ത ഈ വയനാട് ജില്ലയിൽ അങ്ങനെ പണം കൊടുത്തു വിട്ടാൽ പലയിടങ്ങളിലായി കൃത്യതയോടെ അവർ പുനരധിവസിപ്പിക്കപ്പെടും എന്നുള്ളത് ഒരു ഉറപ്പാക്കാൻ പോലും സാധ്യമല്ലാത്ത ഭൂപ്രകൃതിയുള്ള വയനാട്ടിൽ അവിടെ മരണപ്പെട്ടവർ, അവരെ സാക്ഷി നിർത്തിയ അവിടുത്തെ ജനങ്ങൾ പുനരധിവാസത്തിന്റെ മാതൃകയെക്കുറിച്ച് അന്വേഷിച്ച ചീഫ് സെക്രട്ടറിയുടെ മുമ്പാകെ രേഖപ്പെടുത്തിയ അഭിപ്രായം, ഇനി ഞങ്ങളെ പലതായി പിരിക്കരുത്, ഞങ്ങൾക്ക് ഒരുമിച്ചു നിൽക്കണം, ഒരേ മണ്ണിൽ പഴയതുപോലെ ജീവിക്കണം, ബാക്കിയുള്ള ഞങ്ങൾ അധികം അകലെ പോകാതെ ഇവിടെ അടുത്തെവിടെയെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് കൂടാൻ ഒരു അവസരം ഉണ്ടാകണം. അവിടെയാണ് ആളുകളെ ഒറ്റപ്പെടുത്തി പറഞ്ഞയക്കുന്നതിന് പകരം ഒരു ടൗൺഷിപ്പിലേക്ക് കേവലം വീടുകൾ മാത്രമല്ല, റോഡുകൾ, മാർക്കറ്റുകൾ, അംഗനവാടികൾ, ലൈബ്രറികൾ, കളിക്കളങ്ങൾ എല്ലാം ഒത്തുചേർന്ന് ചൂരൽമലയിൽ മനുഷ്യൻ എന്തെല്ലാം നഷ്ടപ്പെടുവോ അതെല്ലാം അനുഭവങ്ങളിലൂടെ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു എസ്റ്റേറ്റിൽ, ആദ്യഘട്ടത്തിൽ എൽസ്റ്റോണിലെ എസ്റ്റേറ്റിൽ ലോകത്തിനു മാതൃകയായി ഈ ടൗൺഷിപ്പിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് തറക്കല്ലിടുന്നതോടെ നാം ഒരു പുതിയ അനുഭവത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. നഷ്ടപ്പെട്ട ചൂരൽമലയെ നാം ഉപേക്ഷിക്കുകയല്ല. അവിടുത്തെ ഭൂമിയിൽ നമുക്ക് നേരത്തെ പെരളയിൽ കൃഷിയാണ് നാം നടത്തിയതെങ്കിൽ അവിടെ ആ ഭൂമിയിൽ നടത്താൻ പറ്റുന്ന കൃഷിയെക്കുറിച്ച് കാർഷിക സർവകലാശാല പഠനം നടത്തുന്നു. മൃഗസംരക്ഷണത്തിന്റെ സാധ്യതകൾ പഠിക്കുന്നു. നഷ്ടപ്പെട്ട പാലങ്ങളും റോഡുകളും പുനർനിർമ്മിക്കുന്നു. ഉണ്ണിമാഷും കുട്ടികളും പഠിച്ചും പഠിപ്പിച്ചും പാടിയും പോയ വെള്ളാർമലയിലെ സ്കൂൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ട പലതും നാം തിരിച്ചു പിടിക്കുന്നു. അതിനെല്ലാമുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെ ചുമതലപ്പെടുത്തി നാം യാത്രയാവുകയാണ്. 1038 കുടുംബങ്ങൾ ഉൾപ്പെടുന്ന മൈക്രോ പ്ലാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നു. രക്ഷകർത്താക്കളാൽ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ 21 കുട്ടികൾക്ക് 25 വയസ്സുവരെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചുമതല നാം ഏറ്റെടുക്കുന്നു. ചികിത്സയ്ക്കുള്ള തുടർ നടപടികൾ ചേരുന്നു. ഇതെല്ലാം കൂടിയതാണ് ചൂരൽമലയിലെ പുനരധിവാസ പ്രക്രിയ. ആ പ്രക്രിയയുടെ ഭാഗമായി ഈ ദുരന്തമുണ്ടായി 63ാമത്തെ ദിവസം എൽസ്റ്റോണിലും നെടുമ്പാലയിലുമുള്ള 2 എസ്റ്റേറ്റുകൾ, ഏറ്റവും സുരക്ഷിതമാണെന്ന് നാം കണ്ടെത്തിയ 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത് ആ എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത നടപടികൾ ഗവൺമെന്റ് ഉത്തരവായി ഒക്ടോബർ 4 തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വ്യവഹാരങ്ങളിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് പകുതിയിലേറെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാമായിരുന്നു. നിർഭാഗ്യവശാൽ
കോടതി വ്യവഹാരങ്ങളിലേക്ക് പോയി ഡിസംബർ 27 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. 4 ദിവസം കൊണ്ട് എല്ലാ നിലപാടുകളും എടുത്തു. നമുക്ക് വീട് പണിതു തരാമെന്ന് പ്രഖ്യാപിച്ച, ജനങ്ങളോട് സമ്മതിച്ച എല്ലാവരുടെയും യോഗങ്ങൾ വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിച്ചു. ചെറിയ 2 മാസത്തിനുള്ളിൽ എല്ലാ വിധത്തിലുള്ള സർവേകളും പൂർത്തിയാക്കി പൂർണ്ണമായ ടൗൺഷിപ്പ് എന്ന പുനരധിവാസ പ്രവർത്തനത്തിലേക്ക് നമ്മൾ യാത്രയാകുന്ന അഭിമാന നിമിഷത്തിൽ നാം വീണ്ടും ഒത്തുചേരുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. സർക്കാർ എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത്, ഈ ദുരന്തഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്നതിന്റെ അർത്ഥം, ഉചിതമായ സർക്കാർ എന്നതിന്റെ അർത്ഥം കേവലം 21 പേരടങ്ങുന്ന മന്ത്രിസഭ മാത്രമല്ല, 3.5 കോടി വരുന്ന മലയാളികളുടെ സ്വപ്നവും പ്രതീക്ഷയും അവരുടെ വികാരങ്ങളും വിചാരങ്ങളും പിന്തുണയും കൂടിയതാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പിണറായി നയിക്കുന്ന ഉചിതമായ സർക്കാർ. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ MLA-മാരും MP-മാരും ജനപ്രതിനിധികളും എല്ലാം അടക്കം നമ്മൾ ഒരു മനസ്സായി ഈ ഘട്ടത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ഇവിടെ നാം അവസാനത്തെ ദുരന്തബാധിതനെയും പുനരധിവസിപ്പിക്കും. അവസാനത്തെ മനുഷ്യനെയും ദുരന്തബാധിതന്റെയും മനസ്സിലെ സ്വപ്നങ്ങൾക്ക് പൂക്കുന്നത് പോലെ നിറം കൈവരിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഈ പുനരധിവാസത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ പ്രവർത്തനം അവസാനിക്കുന്നില്ല. ഭൂമിയിൽ നിന്ന് 1800 മീറ്റർ ഉയരത്തിലാണ് പുഞ്ചിരിമറ്റത്ത് നിർഭാഗ്യവശാലുണ്ടായ ഉരുൾപൊട്ടലുണ്ടായത്. പുഞ്ചിരിമറ്റത്തെ മനുഷ്യർ 1800 അടിയേക്കാൾ മുകളിൽ അവരുടെ പുഞ്ചിരി ഉയർത്തെഴുന്നേൽക്കും വരെ നാം ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയിച്ചുകൊണ്ട്, ഈ പ്രവർത്തനങ്ങൾ ഒരാളിൽ നിന്ന് ആരംഭിച്ച സ്വപ്നമാണ്. അത് പിന്നീട് ജനകീയമായി. ആ സ്വപ്നങ്ങളുടെ പിന്നാലെ നാം എല്ലാം അണിചേർന്നു. ടൗൺഷിപ്പ് എന്ന ആശയം വരുമ്പോൾ അത് സാധ്യമാകുമോ എന്ന് മുൻ അനുഭവങ്ങളില്ലാത്ത നമ്മുടെ ലോകത്തിന് ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയനോട് ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനവും ഈ മഹനീയമായ വീടുകളുടെ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപന ചടങ്ങും നടത്താൻ സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഏറെ നന്ദി ശ്രീ കെ രാജൻ. ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ പുനരധിവാസം ചെയ്യുന്നതിന്റെ ഒരു മാതൃകയായി കേരളം ലോകത്തിന് മുന്നിൽ വെക്കുന്ന ഈ ടൗൺഷിപ്പിന്റെ പൂർത്തീകരണം 1 വർഷത്തിനുള്ളിൽ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് എന്ന് ഒരു ചെറു വീഡിയോ ആയി നമുക്കിപ്പോൾ കാണാം. എല്ലാവരുടെയും ശ്രദ്ധ സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു.
ഉദ്ഘാടനം എന്ന ആ നിമിഷത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ആദ്യം വേദിയിലുള്ള എല്ലാ വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആശംസയോടെ വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ഉദ്ഘാടനം ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു. വയനാട് മാതൃകാ ടൗൺഷിപ്പിലെ ആദ്യത്തെ വീടിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇനി വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. അദ്ദേഹം ഓൺലൈനായി ആ കർമ്മം ഈ വേദിയിൽ നിർവഹിക്കുകയാണ്. വയനാട് മാതൃകാ ടൗൺഷിപ്പിലെ ആദ്യത്തെ മാതൃകാ വീട്, ഫസ്റ്റ് മോഡൽ ഹൗസ്, അതിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി ഈ വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നു. 430 ഇത്തരം വീടുകളാണ് ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായി 1000 എല്ലാ വിശദാംശങ്ങളും അതുപോലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾക്ക് കൂടി പങ്കെടുക്കാനുള്ള അവസരവും നൽകുന്ന ഒരു സ്പോൺസർഷിപ്പ് പോർട്ടലാണ് ഇത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ അത് ലോഞ്ച് ചെയ്യുകയാണ്. ഈ പുനരധിവാസ പദ്ധതിയിൽ എല്ലാവർക്കും ലോകത്ത് എവിടെയിരുന്നും ഭാഗഭാക്കാവാനുള്ള അവസരം. സഹോദരീ സഹോദരന്മാരെ, നാം അനുഭവിച്ച വേദനക്കിടയിൽ ഇത്തരമൊരു ഘട്ടം എല്ലാവരിലും നല്ല വികാരം ഉണർത്തുന്ന സമയമാണ്. നമ്മുടെ നാടിൻ്റെ ഒരുമയുടെ കരുത്താണ് ഇന്നിവിടെ ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ജനങ്ങളാകെ സ്നേഹനിർഭരമായ സഹകരണം, യോജിപ്പ്, അതിലൂടെ അസാധ്യമെന്ന് പലരും കരുതുന്ന എന്തും സാധ്യമാക്കാനാക്കും എന്നതാണ് നമ്മുടെ അനുഭവം. ഇവിടെ വലിയൊരു ജീവകാരുണ്യ ദൗത്യമാണ് നാം ഫലവത്താക്കുന്നത്. എല്ലാവരുടെയും അനുമതിയോടെ വയനാട് മാതൃകാ ടൗൺഷിപ്പിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കണം. കേരളം മാത്രമല്ല, രാജ്യത്തെ തന്നെ കണ്ണീരിൽ മുക്കിയ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലെ ദുരന്തമുണ്ടായിട്ട് ഒരു വർഷമായിട്ടില്ല, 8 മാസങ്ങളാവുന്നു. ഈ ഘട്ടത്തിൽ നാം പുനരധിവാസ ശിലാസ്ഥാപനത്തിലേക്ക്
കടക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് താമസം വന്നതിൻ്റെ കാര്യങ്ങൾ നേരത്തെ ബഹുമാന്യനായ അധ്യക്ഷൻ റവന്യൂ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നാം എല്ലാവരും പ്രതീക്ഷയോടെ കണ്ടൊരു കാര്യമുണ്ടായിരുന്നു. ദുരന്തമുഖത്ത് പുനരധിവാസം നമ്മളെല്ലാം പ്രധാനമായി കണ്ടു. ആ കാര്യത്തിൽ വലിയ സ്രോതസ് എന്ന നിലക്ക് നാം പ്രതീക്ഷിച്ചത് കേന്ദ്ര സഹായമായിരുന്നു. നിർഭാഗ്യവശാൽ ആ വഴിക്ക് ഇതേവരെ ഒന്നും ലഭിച്ചില്ല. ഇനി എന്താണ് ലഭിക്കുക എന്നത് പഴയ അനുഭവം വെച്ച് പ്രതീക്ഷിക്കാനും കഴിയാത്ത അവസ്ഥ. കിട്ടിയത് വായ്പാ രൂപത്തിലുള്ള തീർത്തും അപര്യാപ്തമായ തുകയാണ്. വായ്പയാകുമ്പോൾ തിരിച്ചടക്കേണ്ടതാണല്ലോ. കേന്ദ്ര സഹായത്തിൻ്റെ അഭാവത്തിലും നാം അഭൂതപൂർവമായ പുനരധിവാസ പദ്ധതി തയ്യാറാക്കി മുൻപോട്ട് പോയി. എല്ലാവരും അതുമായി സഹകരിക്കാനും തയ്യാറായി. ഈ പദ്ധതി നാം ഏറ്റെടുത്തത് നമ്മുടെ നാട് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്താണ്. വലിയ മഹാമാരികളിലൂടെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട മഹാപ്രളയത്തിലൂടെ കടന്നു പോകുന്നതിന് തൊട്ടു പിന്നാലെയുള്ള വേളയിലാണ്. സ്വാഭാവികമായും ഈ ഘട്ടം ഉണ്ടാക്കുന്ന സാമ്പത്തിക ഞെരുക്കം അത് ആ സാമ്പത്തിക ഞെരുക്കം പോലും ബാധകമാവാത്ത നിലയിൽ നമുക്ക് ഈ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോകാനായി. അതും മറ്റൊരു അപൂർവതയാണ്. സാധാരണ നിലക്ക് അസാധ്യമെന്ന് കരുതുന്ന, ദുഷ്കരമെന്ന് കരുതുന്ന ഈ അസാധാരണ ദൗത്യം എങ്ങനെയാണ് ഏറ്റെടുത്ത് നിറവേറ്റാനുള്ള ആർജവവും ധൈര്യവും നമുക്ക് ഉണ്ടായത്? ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും ജനസമൂഹത്തിൻ്റെ മനസാക്ഷിയിലെ മനുഷ്യത്വം ഇതെല്ലാം ഒത്തുചേർന്നാൽ, അതിനോടൊപ്പം സർക്കാരിനും നിൽക്കാനായാൽ അസാധ്യത്തെ സാധ്യമാക്കാം എന്നതാണ് സത്യം. നമുക്കിത് ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. എങ്ങനെയെന്ന ചോദ്യം സ്വയം ചോദിക്കാൻ സമയമോ സാവകാശമോ ഉണ്ടായിരുന്നില്ല. ഇച്ഛാശക്തി ഉണ്ടാവുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും കൂടി തീരുമാനിച്ചപ്പോൾ അതിന് വഴിയുമുണ്ടായി. അതിൻ്റെ തെളിവാണ് ഇവിടെ ഉയരുന്ന ടൗൺഷിപ്പ്. ഇത്തരമൊരു ആശയം വന്ന ഘട്ടത്തിൽ തന്നെ എല്ലാവരും അതുമായി സഹകരിക്കാൻ തയ്യാറായി. രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കേന്ദ്രങ്ങൾ, സ്ഥാപനങ്ങൾ എല്ലാം അതുമായി സഹകരിക്കാൻ തയ്യാറായി. നമ്മുടെ
നാടിൻ്റെ മറ്റൊരപൂർവതയാണ് അത് കാണിക്കുന്നത്. ഈ കാര്യത്തിൽ അസാധാരണമായ പല ഇടപെടലുകളാണ് രക്ഷാപ്രവർത്തന ഘട്ടത്തിൽ നാം നടത്തിയത് എന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ യോഗത്തിന് വന്നിവിടെ ഇരുന്നപ്പോൾ നമ്മുടെ റവന്യൂ മന്ത്രി ഒരു കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ആ കുട്ടി പുനർജനിച്ച കുട്ടിയാണ്. യഥാർത്ഥത്തിൽ ചളിയിലാഴ്ന്നുപോയ കുട്ടി, മൂക്കിലും വായിലും കൂടി ചളി വലിച്ചെടുക്കേണ്ടി വന്ന ഡോക്ടർമാർ. അത്ഭുതകരമായ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അത്ഭുതകരമായ നേട്ടം അതിൻ്റെ ഭാഗമായി ജീവിച്ചിരിക്കുന്ന കുട്ടി. അങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓർക്കാൻ നമുക്കുണ്ട്. നമ്മുടെ എല്ലാ വിഭാഗവും നിമിഷവേഗത്തിലാണ് ഈ ദുരന്തമുഖത്ത് എത്തിയത്. നമ്മുടെ പോലീസോ അഗ്നിശമന സേനയോ പട്ടാളമോ ഒക്കെ എത്തുന്നതിന് മുന്നിൽ തന്നെ നാട്ടുകാർ ആകാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. എല്ലാ ആധുനിക സംവിധാനങ്ങളെയും നാം ആശ്രയിച്ചു. സർക്കാർ തന്നെ ഇവിടെ ആസ്ഥാനം എന്ന രീതിയിൽ ആ ദിവസങ്ങൾ പ്രവർത്തിച്ചതും നിങ്ങളുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. എല്ലാവരും സഹകരിക്കുന്നു. എല്ലാം ഏകോപിപ്പിച്ച് നീങ്ങാൻ നമുക്ക് കഴിഞ്ഞു. അതേ തരത്തിലുള്ള അസാധാരണ ഇടപെടലുകളാണ് പുനരധിവാസ കാര്യത്തിൽ നടത്തിവരുന്നത്. എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള സഹായങ്ങളെ ഏകോപിപ്പിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് തടസ്സമാവാതിരിക്കണം എന്ന് നാം പ്രത്യേകം ശ്രദ്ധിച്ചു. അതിവേഗത്തിൽ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു. അതുകൊണ്ടൊക്കെ വയനാട്ടിലെ ഈ പുനരധിവാസം മാതൃകയാവും ശ്രദ്ധാകേന്ദ്രവുമാവുകയാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള മാതൃക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടാൻ പോവുകയാണ്. കണ്ണീരോടെയല്ലാതെ കഴിഞ്ഞ ജൂലൈ 30 നമുക്ക് ഓർക്കാൻ കഴിയില്ല. നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ ഇപ്പോഴും നമ്മോടൊപ്പം ജീവിക്കേണ്ടവർ അന്ന് ഇല്ലാതെയായി. എത്രയോ പേർക്ക് അതിഗുരുതരമായ ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ നേരിട്ടു. നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നവരുടെ മൊത്തം എണ്ണം നേരത്തെ ബഹുമാന്യ റവന്യൂ മന്ത്രി പറയുകയുണ്ടായി. 266 32. അതായത് 266 പേര് നമുക്ക് നഷ്ടപ്പെട്ടു. 32 സഹോദരങ്ങളെ കാണാതാവുകയും ചെയ്തു. ആ കാര്യത്തിലും പിന്നീട് നാം തീരുമാനമെടുത്തു. ചരിത്രത്തിലില്ലാത്ത മലയിടിച്ചൽ ദുരന്തമാണ് നാം അനുഭവിച്ചത്. വീട് നഷ്ടപ്പെട്ടവർ, ജീവനോപാധി നഷ്ടപ്പെട്ടവർ. നമുക്ക് ആ ഘട്ടത്തിൽ കരഞ്ഞിരുന്നാൽ മാത്രം പോരായിരുന്നു. അതുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയത്.
പുനരധിവാസം മുൻപോട്ട് കൊണ്ടുപോയത്. മണ്ണിൽ നിന്ന് തുടർ ദിവസങ്ങളിൽ ജീവനോടെ വീണ്ടെടുത്തത് 630 പേരെയാണ്. വിഷമമുള്ള ഇടങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ 1300 പേരെയാണ് കണ്ടെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചരിത്രത്തിൽ സമാനതയില്ലാത്ത രക്ഷാപ്രവർത്തനം. പുനരധിവാസവും ആ രീതിയിൽ തന്നെയാണ്. 2221 കോടി രൂപയാണ് പുനരധിവാസത്തിന് വേണ്ടിയിരുന്നത്. കേന്ദ്രത്തിൽ നിന്നും വലിയ സഹായം നാം പ്രതീക്ഷിച്ചു, ലഭിച്ചില്ല. അസാധാരണ ദേശീയ ദുരന്തമെന്ന നിലക്ക് പരിഗണിക്കാൻ ആവശ്യപ്പെട്ടു. അതിനോടും മുഖം തിരിക്കുന്ന നിലയുണ്ടായി. 529 കോടി രൂപയുടെ വായ്പ അത് തിരിച്ചടക്കേണ്ട വായ്പയാണ്. എന്നാലും നാം ഇത് സാധ്യമാക്കുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ തനത് അതിജീവനമായി ചരിത്രം ഇത് രേഖപ്പെടുത്തും. മാതൃകയായി ചരിത്രം ഇതിനെ അടയാളപ്പെടുത്തും. ആരോടൊക്കെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. നമ്മുടെ ജനങ്ങൾ, അവരിൽ വലിയ വിഭാഗം നിത്യജീവിതത്തിന് മാറ്റിവെച്ച തുകയുടെ ഓഹരി ഇതിലേക്ക് സംഭാവന ചെയ്തു. പട്ടിണിക്കാർ മുതൽ നമ്മുടെ പ്രവാസി സമൂഹം വരെ എല്ലാ വൈഷമ്യങ്ങളിലും നമ്മോടൊപ്പം നിന്നിട്ടുള്ളവരാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ. അവരും അവരുടെ സംഘടനകളും മുതൽ വ്യവസായ സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും വരെ സഹായിച്ചു, കുടുക്ക പൊട്ടിച്ചു. ചില്ലറ തൊട്ടുകൾ തന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾ മുതൽ തൻ്റേതായ ഓഹരി തന്ന പാവങ്ങൾ വരെ, അവരോടൊക്കെയുള്ള നന്ദി പറഞ്ഞു തീർക്കാനാവില്ല. ഒരു അതിജീവിത കേരളം പടുത്തുയർത്താൻ മുൻനിന്ന് പ്രവർത്തിക്കുന്നവരാണവർ. എല്ലാം ഏകോപിപ്പിച്ച് ഫലവത്താക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകാം. ജനങ്ങൾ ഒപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ല. ഒരു വെല്ലുവിളിയും മറികടക്കാനാവാത്തതല്ല. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല. എല്ലാ വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മനസ്സുകളുടെ ഒരുമയും ഐക്യദാർഢ്യവും മനുഷ്യത്വബോധവും കൊണ്ട് നാം എന്തിനേയും അതിജീവിക്കും. അതാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം, മഹാസന്ദേശം. നഗരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ 7 സെന്റിൽ ഒരു വീട് എന്ന നിലക്കാണ് സർക്കാർ ഭവന നിർമ്മാണം യാഥാർത്ഥ്യമാക്കുന്നത്. 2 കിടപ്പുമുറികൾ, പ്രധാന മുറി, സിറ്റൗട്ട്, ലിവിംഗ് റൂം, പഠനമുറി, ഡൈനിങ് ഹാൾ, അടുക്കള, സ്റ്റോർ ഏരിയ, ശുചിമുറി എന്നിവയെല്ലാം വീടുകളിൽ ഉറപ്പാക്കും. ഒരു ക്ലസ്റ്ററിൽ 20 വീടുകൾ, 1000 ചതുരശ്ര അടിയിൽ ഭാവിയിൽ ഇരുനില നിർമ്മിക്കാൻ കഴിയുന്ന അടിത്തറയൊരുക്കിയാണ് വീട് ഉയരുക. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കും വിധത്തിലാണ് ടൗൺഷിപ്പിലെ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത്. കേവലമായ വസതികളുടെ ഒരു നിരയുണ്ടാക്കി പിൻവാങ്ങുകയല്ല നമ്മൾ ചെയ്യുന്നത്. വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ എന്നിങ്ങനെ
അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ കേന്ദ്രം, അംഗൻവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെൻറ്റർ, മൾട്ടിപർപ്പസ് ഹാൾ, കളിസ്ഥലം, ലൈബ്രറി, സ്പോർട്സ് ക്ലബ്ബ്, ഓപ്പൺ എയർ തിയേറ്റർ തുടങ്ങിയവയാണ് ഇവിടുത്തെ അനുബന്ധ സൗകര്യങ്ങൾ. ആകെ 64.4 ഹെക്ടർ ഭൂമിയിൽ അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. വീടുകൾ നിർമ്മിക്കുന്നതുകൊണ്ട് മാത്രം ദുരന്ത നിവാരണം അവസാനിക്കുന്നില്ല. തുടർ പദ്ധതികളും സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. ദുരന്തബാധിതർക്ക് ഇതുവരെ 25,64,00,000 രൂപയാണ് സർക്കാർ പണമായി നൽകിയത്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള സഹായം, പരിക്കേറ്റവർക്കും കിടപ്പ് രോഗികൾക്കുമുള്ള ചികിത്സാ സഹായം, മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നൽകിയ തുക, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്ത അടിയന്തര സഹായം, ഒരു കുടുംബത്തിലെ 2 പേർക്ക് ദിവസം 300 രൂപ വീതം നൽകുന്ന ജീവനോപാധി, വീട്ടുവാടക എന്നിവയായാണ് ഈ തുക നൽകിയത്. രക്ഷാകർത്താക്കൾ നഷ്ടപ്പെട്ട 7 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകിക്കഴിഞ്ഞു. മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 5 ലക്ഷം രൂപ വീതം അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. CSR ഫണ്ടുകളിലൂടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി 2.5 ലക്ഷം രൂപയും നൽകി. 250 ലാപ്ടോപ്പ് കുട്ടികൾക്ക് വാങ്ങി നൽകുവാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ 15 ലക്ഷം രൂപയാണ് നൽകുന്നത്. ദുരന്ത മേഖലയിലെ 5 ST കുടുംബങ്ങൾക്ക് അവരുടെ താൽപ്പര്യപ്രകാരമുള്ള പുനരധിവാസം ഉറപ്പാക്കുന്ന സർക്കാർ പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന നിരീക്ഷണ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പരിശോധനാ കമ്മിറ്റിയുണ്ട്. ദൈനംദിന പ്രവർത്തനത്തിനായി ഒരു സ്പെഷ്യൽ ഓഫീസറുമുണ്ട്. ഇങ്ങനെ മേൽനോട്ടത്തിന് ഏറ്റവും മികച്ച സംവിധാനമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ ദുരന്ത ഭൂമിയിലെ നിസ്സഹായരായ മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളെ വീണ്ടെടുക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി നൽകുകയാണ്. റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ നഷ്ടമായ ദുരന്ത ഭൂമിയിലെ മനുഷ്യരിൽ 878 പേർക്കായി 1162 അവശ്യ സേവന രേഖകളാണ് ദിവസങ്ങൾക്കകം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത്. ദുരന്തശേഷം 24 ദിവസത്തിനുള്ളിൽ 728 കുടുംബങ്ങൾക്കും താൽക്കാലിക താമസ സൗകര്യം ഒരുക്കി വാടകയും ദിനബത്തയും അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകി. ഭക്ഷണ കിറ്റ്, ഫർണിച്ചറുകൾ തുടങ്ങിയ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയും ദുരന്ത കാഴ്ചകളുടെ മുറിവുണങ്ങാൻ കൗൺസലിംഗ് സൗകര്യം നൽകിയുമൊക്കെയാണ് നമ്മൾ ദുരന്തബാധിതരുടെ കരം പിടിച്ചത്. 32-ാം ദിവസം മേപ്പാടി സ്കൂളിൽ അധ്യയനം ആരംഭിച്ചു. ദുരിതബാധിതരുടെ കേരള ബാങ്കിലെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളി. ചൂരൽമലയിലെ ദുരന്തബാധിതരുടെ പൊതുമേഖലാ ബാങ്കുകളിലെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ആവശ്യത്തിന്മേൽ സംസ്ഥാന സർക്കാർ ഇടപെടലുകൾ തുടരുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഈ കാര്യത്തിൽ നമ്മുടെ വികാരത്തോടൊപ്പം ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് നാം കാണുകയാണ്. പുനരധിവാസത്തിൻ്റെ ഈ ഘട്ടത്തിലും കേരളം ദുരിതബാധിതർക്കൊപ്പമാണ്. ഒറ്റ രാത്രി കൊണ്ട് അനാഥമായി പോയ ജീവിതങ്ങൾക്കും സ്വന്തമായതും സ്വരുക്കൂട്ടിയതും നഷ്ടപ്പെട്ടവർക്കും ഒപ്പമാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് കേവലം 8 മാസം കൊണ്ട് തന്നെ ദുരന്തബാധിതരായവരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കുന്ന ടൗൺഷിപ്പിന് നാം
ആരംഭം കുറിക്കുന്നത്. പുതുവർഷ ദിനത്തിലാണ് കേരളം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചത്. അതിൻ്റെ സാഫല്യമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ തുടക്കം. വാഗ്ദാനം എന്തായാലും എന്ത് വില കൊടുത്തു അത് നിറവേറ്റുന്നതാണ് നമ്മുടെ രീതി. ഇവിടെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നാം ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ ഒട്ടേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, ജീവകാരുണ്യ കാര്യങ്ങളിൽ താല്പര്യമുള്ള കേന്ദ്രങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സഹായത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു. അവരിലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയവരുണ്ട്. അതിനു പുറമേയുള്ള വാഗ്ദത്തങ്ങളാണ് വേറെയുള്ളത്. ഇപ്പോൾ നമ്മുടെ കർണാടക ഗവൺമെൻറ്, തൊട്ടയൽപക്കമാണ് നമ്മുടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി ശ്രീ സിദ്ധാരാമയ്യ ഇന്ന് എനിക്ക് കൊടുത്തയച്ച ഒരു കത്തുണ്ട്. ആ കത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. ഇൻ സോളിഡാരിറ്റി വിത്ത് ദ ഗവൺമെൻറ് ഓഫ് കേരള, ഗവൺമെൻറ് ഓഫ് കർണാടക ആസ് പ്രോമിസ്ഡ് earlier in my letters to you is happy to sanction rupees 20 crore towards the construction of 100 houses as sponsorship assistance towards providing shelter and stability to the affected families of landslide victims of Wayanad. അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ചടങ്ങ് നടന്നു. ഈ ദുരന്ത ഘട്ടത്തിൽ 25 വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ് DYFIയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അവർ അതിന് ആക്രിയൊക്കെ, നമ്മൾ വലിച്ചെറിയുന്ന ആക്രി ഉണ്ടല്ലോ, ആക്രിയൊക്കെ ശേഖരിച്ച് വിറ്റാണ് പണമുണ്ടാക്കിയത്. വളരെ മാതൃകാപരമായ ഇടപെടലാണ്. പക്ഷെ പണം അവർ വിചാരിച്ചത് 25 വീടിനായിരിക്കും എന്നാണ്. നമ്മൾ 20 ലക്ഷം വീതമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് 100 വീട് നൽകാൻ കഴിയുമെന്ന് കണ്ട് ആ പണം ഏൽപ്പിക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. NSS എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ, കോളേജുകളിലും സ്കൂളിലൊക്കെ പ്രവർത്തിക്കുന്ന NSS, ആ NSS 10 കോടി രൂപ ഇതിനായി നൽകുന്നുവെന്നും അറിയിച്ചിട്ടുണ്ട്. ഞാൻ തുക പറയാത്തവര് നേരത്തെ വാഗ്ദത്തം ചെയ്തവരുണ്ട്. അവരൊന്നും ഇപ്പോൾ വീണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരെ പറയാതിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വലിയ തോതിലുള്ള സഹകരണം, എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നാം ഇത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ ടൗൺഷിപ്പിൻ്റെ ശിലാസ്ഥാപനം എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണയോടെ നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. പുനരധിവാസത്തിന്റെ ഈ പുത്തൻ മാതൃകയ്ക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. ഒരുപാട് നന്ദി ഇന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ചതിന്. അടുത്തതായി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീ OR കേളുവിനെ സാദരം ക്ഷണിക്കുന്നു. നമുക്കറിയാം, വയനാടിന്റെ ജില്ലാ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് അദ്ദേഹം. സാദരം സ്വാഗതം. നമ്മുടെ ബഹുമാനീയനായിട്ടുള്ള അധ്യക്ഷൻ റവന്യൂ മന്ത്രി ശ്രീ രാജൻ അവർകൾ, ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും ആദരണീയനായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, വേദിയിലെ മറ്റ് ബഹുമാനീയരായിട്ടുള്ള മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ചൂരൽമല ദുരന്തത്തിൻ്റെ ആ ഓർമ്മകൾ ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ആ ദുരന്തത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. എങ്ങനെയാണോ നമ്മൾ ആരംഭത്തിൽ അർദ്ധരാത്രി മുതൽ
വലിയ ഒരു രക്ഷാപ്രവർത്തനമാണ് നമ്മളെല്ലാവരും നടത്തിയിട്ടുള്ളത്. തുടർച്ചയായി നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ്. ഈ അവസരത്തിൽ ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഊണും ഉറക്കവുമില്ലാതെ ഒട്ടനവധി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, യുവജന പ്രസ്ഥാനങ്ങൾ എല്ലാവരും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫോഴ്സ് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വീട് നഷ്ടപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വീടുണ്ടാക്കി കൊടുത്തുകൊണ്ട് ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഉള്ള ഒരു ടൗൺഷിപ്പ് എന്ന നിലയ്ക്ക് എൻ്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ഒരു വീട് മാത്രമല്ല, എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടൗൺഷിപ്പാണ് ഗവൺമെൻറ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ഒരു പ്രക്രിയ, ആ ഒരു പദ്ധതി ഇവിടെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും ഈ പദ്ധതിക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ OR കേളു. ഇനി നമ്മളോട് സംസാരിക്കാനായി ബഹുമാനപ്പെട്ട മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷാപദം അലങ്കരിക്കുന്ന റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മന്ത്രി OR കേളുവേട്ടൻ, മുഹമ്മദ് റിയാസ്, ബഹുമാന പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലി സാഹിബ്, ബഹുമാനപ്പെട്ട MP പ്രിയങ്ക ഗാന്ധി, TC ടിക്ക് തുടങ്ങി പേരെടുത്ത് പറയുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. സ്വാഗതം ആശംസിച്ച ശാരദാ മുരളീധരൻ IAS സെക്രട്ടറി, സുഭാഷ് തുടങ്ങി മറ്റ് ജനപ്രതിനിധികളെല്ലാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വേറെ ഒന്നും കൂട്ടിച്ചേർക്കാനില്ല, ഇതിനപ്പുറത്തൊന്നുമില്ല. വയനാടിൻ്റെ പുനർജന്മത്തിൻ്റെ ആത്മഹസം നിറഞ്ഞൊരു ചടങ്ങാണിത്. ആ പുനർജന്മത്തിൻ്റെ സൃഷ്ടികർത്താവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഈ സംഭവം നടന്ന അന്ന് തന്നെ വെളുപ്പിന് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വയനാടിൽ സംഭവിച്ചിട്ടുണ്ട്, ഉടനെ പോകണം, ഞങ്ങളെ ഇവിടെ എത്തിച്ചു. ഇന്ന് ഈ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നവരെ വിശ്വൻവഹിതമായ പ്രവർത്തനങ്ങളാണ് ബഹുമാന മുഖ്യമന്ത്രിയും അതുപോലെ ജനപ്രതിനിധികൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാവരും എല്ലാ സ്രോതസ്സുകളും പോലെ പ്രവർത്തിച്ചു. ഈ വയനാടിൻ്റെ പുനർജന്മത്തിൻ്റെ ആരവം, ഹൃദയധ്വനിയാണ് ഇവിടെ മുടങ്ങിക്കിട്ടത്. ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരും കൂട്ടി സഹായിച്ചാൽ ഏത് കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. സഹായിക്കേണ്ടവർ സഹായിച്ചാലും സഹായിക്കേണ്ടവർ സഹായിച്ചില്ലെങ്കിലും കേരളത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള അഭിമാനോജ്വലമായ ഒരു കർമ്മത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മഹാസമ്മേളനവും ഈ ശിലാസ്ഥാപന കർമ്മവും. എല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, എല്ലാവരും സഹായിച്ചാൽ. ഈ രക്ഷാപ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, എല്ലാവരും സഹായിക്കണം. അത് ജനഹൃദയം കൊണ്ട് സ്വീകരിച്ചു. അങ്ങനെ സമസ്ത തലങ്ങളിലുള്ളവരുടെയും സഹായങ്ങൾ ഒഴുകിയെത്തി. അങ്ങനെ ഈ വയനാട് ദുരന്തഭൂമിയായി മാറിയ ഈ വയനാടിൻ്റെ പുനഃസൃഷ്ടി, പുനർജന്മം സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുള്ളതാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിജയകരമായ പ്രവർത്തനങ്ങൾ. എല്ലാവരും സഹായിച്ചവരെ എല്ലാം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇവിടെ അഭിനന്ദിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും. സുതരമായി നിശ്ചയദാർഢ്യത്തോടുകൂടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വയനാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇവിടെ മുഖ്യമന്ത്രി പ്രതിബന്ധങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക പരിമിതി എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് ഈ വയനാടിൻ്റെ സൃഷ്ടി, പുനഃസൃഷ്ടി, പുനർജന്മം സാക്ഷാത്കരിച്ചത്.
അതിന് സാധ്യമായ ശ്രമങ്ങളെല്ലാം നടത്തിയ എല്ലാവരെയും, പ്രത്യേകിച്ച് അതിൻ്റെ ഏറ്റവും രക്ഷാകർത്താവായി നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ വേദിയിൽ അണിനിരന്ന എല്ലാ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും, പ്രതിപക്ഷ നേതാവും ഉപനേതാവും എം പിമാരും എല്ലാവരും കൂടി ഈ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വയനാടിൻ്റെ പുനഃസൃഷ്ടിയുടെ സാക്ഷാത്കാരം എല്ലാ കർമ്മതലങ്ങളിലും പൂർത്തീകരിക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടു കൂടി ഈ ചടങ്ങിന് നിങ്ങൾക്കെല്ലാം തന്നെ എൻ്റെ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. സാന്നിധ്യത്തിനും ആ വാക്കുകൾക്കും ഏറെ നന്ദി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇനി പൊതുമരാമത്ത് വകുപ്പിന്റെയും ടൂറിസത്തിന്റെയും ചുമതലയുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് നമ്മളോട് സംസാരിക്കുന്നു. സ്വാഗതം. അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, ഉപനേതാവ്, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനിയായ MP, ഉദ്യോഗസ്ഥർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയരെ, പ്രിയപ്പെട്ടവരെ, ആ ദിനത്തിലെ രക്ഷാപ്രവർത്തനം ഇവിടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയപ്പോൾ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു. സേനാംഗങ്ങൾ, പല സേനകളും വരുന്നതിന് മുമ്പ് ഞങ്ങൾ മന്ത്രിമാർ അവിടെ എത്തിയ ഘട്ടത്തിൽ കണ്ട കാഴ്ച, രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഈ നാട്ടിലെ ജനങ്ങൾ, വീട്ടിൽ അച്ഛനെ നഷ്ടപ്പെട്ടവർ, ഉമ്മയെ നഷ്ടപ്പെട്ടവർ, കുട്ടികളെ നഷ്ടപ്പെട്ടവർ, ആ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും ജീവൻ ബാക്കിയായി ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ ഞങ്ങളുടെ സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നു ആ രക്ഷാദൗത്യത്തിൽ ഇവിടുത്തെ ഓരോ മനുഷ്യരും പങ്കുകൊണ്ടിട്ടുള്ളത് എന്ന് നേരിട്ട് കണ്ട അനുഭവം വെച്ച് ഇവിടെ ഓർക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ തുടക്കം മുതൽ ഇതുവരെ കേരളം ലോകത്തിന് നൽകിയ ഒരു സന്ദേശം, ഒരു നാടിന്റെ ഐക്യത്തിന്റെ സന്ദേശമാണ്. സർക്കാരും പ്രതിപക്ഷവും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളാകെ ഒന്നിച്ചു നിന്ന് നടത്തിയ ഇടപെടലാണ്. ആ ഇടപെടലാണ് കേരളത്തിന്റെ പ്രത്യേകത, മലയാളിയുടെ പ്രത്യേകത. ലോകത്തെവിടെയും മലയാളിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധ്യമാകുന്ന പ്രത്യേകത തന്നെയാണ്. അത് നമുക്ക് ഇനിയും തുടരണം. സമയബന്ധിതമായി നാം പ്രഖ്യാപിച്ച, നാടാഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാൻ ഈ ഐക്യത്തിനൊരു പോറലുമേൽക്കാതെ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. അഭിവാദ്യം. കൂട്ടായ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനങ്ങളാണ് എല്ലാവരുടെയും വാക്കുകളിൽ നിറയുന്നത്. നന്ദി ശ്രീ PA മുഹമ്മദ് റിയാസ്. അടുത്തതായി നമ്മളോട് സംസാരിക്കാനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. നമുക്കെല്ലാം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത മഹാദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. ആദ്യ ദിവസം തന്നെ എത്തിയവരാണ് ഞങ്ങളെല്ലാം. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് ഇപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അന്ന് ഞങ്ങളൊരു കാര്യം ചെയ്തു. സർക്കാർ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും നിരുപാധികമായ പിന്തുണയാണ് പ്രതിപക്ഷം വാഗ്ദാനം ചെയ്തത്. ഓരോ ഘട്ടത്തിലും സർക്കാരിന് എവിടെയാണ് ചെറിയ ചെറിയ തെറ്റുകൾ പറ്റുന്നത് എന്നൊരു സൂക്ഷ്മ ദർശിനിയുമായി പുറകെ നടന്ന് ആ കുറ്റങ്ങൾ പെരുപ്പിച്ചു കാട്ടി പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു നടപടിയും ഒരു സമയത്തും സ്വീകരിച്ചില്ല എന്നത് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുക. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ നാടിൻ്റെ ദുരന്തത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടത്. നിയമസഭയിൽ ഞങ്ങൾ നാടിൻ്റെ MLA ആയ സിദ്ദിഖ് തന്നെ ഈ വിഷയം കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നത് ഞങ്ങൾ ചർച്ച ചെയ്യാനും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഫോക്കസിൽ എത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. നമുക്കൊരു കാലതാമസം വന്നു. ജൂലൈ 30 നടന്ന സംഭവമാണ്. 8ാം മാസത്തിലേക്ക് കടക്കുകയാണ്. കേസുകളും മറ്റു കാര്യങ്ങളും എല്ലാവരും ഉണ്ടായി.
8 മാസമായി ഈ വാടക വീടുകളിൽ താമസിക്കുന്നവർ എങ്ങനെ ജീവിക്കുന്നു എന്നുകൂടി നമ്മൾ അറിയണം. ഈ ദുരന്തത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റിയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചികിത്സാ സഹായം ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു. അത് കൃത്യമായി നടക്കുന്നില്ല. തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അത് നടത്തണം, അത് കൃത്യമായി നടപ്പാകണം. കാരണം പരിക്ക് പറ്റിയ ആളുകൾ അവരുടെ കയ്യിൽ നിന്നോ കടം മേടിച്ചോ അല്ല ചികിത്സ നടത്തേണ്ടത്. അവർക്ക് നമ്മൾ ചികിത്സ നടത്തി കൊടുക്കണം, പൂർണ്ണമായി നമുക്ക് നടത്തി കൊടുക്കണം. ഫുഡ് കൂപ്പണുകൾ കൊടുക്കാനുള്ള തീരുമാനം കൃത്യമായി നടപ്പാക്കണം. എല്ലാവർക്കും വാടക കൊടുക്കണം നിരന്തരം. അതുപോലെ എല്ലാ ദിവസവും 300 രൂപ കൊടുക്കുക. കാരണം ഇതെല്ലാം ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവരാണ്. കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തവർ, ജോലിക്ക് പോകാൻ പറ്റാത്തവർ, വീട്ടിലെ ഏണിംഗ് മെമ്പർ, വീട്ടിലെ വരുമാനം ഉണ്ടാക്കുന്ന ആളെ നഷ്ടപ്പെട്ടവർ അല്ലേ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ മുഴുവൻ മാത്രമായി മക്കളും എല്ലാവരും പോയി. അവസാനം പ്രായമായവർ, ജോലി ചെയ്ത് ജീവിച്ച് വരുമാനമുണ്ടാക്കാൻ കഴിയാത്ത ആളുകൾ. ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 നിർദ്ദേശങ്ങളാണ് ഗവൺമെന്റിന്റെ മുൻപാകെ. ഒന്ന്, കമ്മ്യൂണിറ്റി ലൈഫ്. ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സൗകര്യം വേണം. അങ്ങനെ ഒരു പുതിയ മാതൃകയെക്കുറിച്ച് സർക്കാർ ആലോചിക്കണം എന്ന് ഞങ്ങളന്ന് അഭ്യർത്ഥിച്ചു. അതാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. രണ്ടാമത്, ഓരോ കുടുംബത്തിന്റെയും വിഷയം ഓരോന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഏണിംഗ് മെമ്പർ ഇല്ല, വരുമാനം ഉണ്ടാക്കാവുന്ന ആളില്ല, കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠിത്തമാണ് പ്രധാനം, വേറെ ഒരു നിവർത്തിയുമില്ല. അപ്പോൾ ഓരോ വീടിനുമുള്ള മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് നടപ്പാക്കണം. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കണം. നമുക്ക് ചില കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടായി. നമ്മൾ ദുരന്തബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിലൊക്കെ നമുക്ക് കുറച്ച് കാലതാമസം ഉണ്ടായി. ഇനിയുള്ള നടപടികളിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ കാലതാമസം ഒന്നും ഉണ്ടാകാതെ സമയബന്ധിതമായി ഈ പദ്ധതികൾ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി കൂടി ഈ സ്ഥലം സന്ദർശിച്ചു പോയപ്പോൾ നമ്മൾ കരുതിയത് ഇത് വലിയ ദുരന്തമായി, തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ നമ്മൾ കരുതിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം ഉണ്ടാവും എന്നാണ്. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സഹായം ഉണ്ടായില്ല എന്ന കാര്യം സങ്കടകരമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി എല്ലാ വീടുകൾ നൽകിയ ആളുകളുടെ എല്ലാവരുടെയും പറഞ്ഞു. ബഹുമാന്യനായ ഇന്ത്യയിലെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ മുൻ MP കൂടിയുമായ ശ്രീ രാഹുൽ ഗാന്ധി 100 വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വീടുകൾ കൂടി ഇതിന്റെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കുന്നു. അതോടൊപ്പമാണ് ശ്രീ രാഹുൽ ഗാന്ധി കൂടി ഇടപെട്ടിട്ടാണ് ശ്രീ സിദ്ധരാമയ്യ, ബഹുമാന്യനായ കർണാടക മുഖ്യമന്ത്രി 100 വീടുകൾ വാഗ്ദാനം ചെയ്തതിന്റെ 20 കോടി രൂപ അദ്ദേഹം അയക്കുന്നു എന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യമാണ്. ബാക്കിയുള്ള എല്ലാവരും വാഗ്ദാനം ചെയ്ത ആളുകൾ അതനുസരിച്ച് അവരുടേതായ കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് എപ്പോഴും ഈ പാവങ്ങൾ എങ്ങനെയാണ് ആ വീടുകളിൽ ജീവിക്കുന്നത് എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അവർക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇതിനെ സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തിയാക്കാൻ ഉള്ള എല്ലാ ആശംസകളും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. കൃത്യവും വ്യക്തവുമായ വാക്കുകൾക്ക് നന്ദി ശ്രീ VD Sadishan. Now it's my pleasure to invite the Honorable Member of Parliament from Wayanad, Srimati Priyanka Gandhi, for her address. Also inviting on stage Shri Raju P. Nair for the translation. Honorable Chief Minister of Kerala, Ministers of the State Government, Leader of Opposition, Deputy LOP Shri Kunyali Kutti, all officials of the state government and dignitaries present on stage, respected brothers and sisters who have suffered from the destruction of the landslide, and everyone else present here at the meeting today. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അടക്കം വേദിയിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തികൾ, ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ദുരന്ത ഫലം അനുഭവിച്ച നമ്മുടെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാർ, അതുപോലെ തന്നെ ഈ യോഗത്തിനെത്തിയിരിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ സഹോദരി സഹോദരന്മാർ. When we think of my sisters and brothers, what you went through in Churalmala and Mundakai, two things come to mind. ഈ ചൂരൽമലയിലും മുണ്ടകയിലെയും ദുരന്തബാധിതരെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. The first is the sheer sense of loss, the devastation
that all of us saw when we came here soon after the tragedy struck. ഒന്ന്, നമ്മളിവിടെ ആ ദുരന്തത്തിന് ശേഷം എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളുടെയും ദുരന്തത്തിന്റെ വ്യാപ്തിയും ആണ് നമ്മൾ ഒന്ന് ഇത് ചെയ്തത്. The immeasurable losses that you suffered. നമുക്ക് അളക്കാൻ കഴിയാത്ത രീതിയിൽ അത്രമാത്രം വലിയ ഒരു നഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായത്. And the second, which was equally apparent at that time of great suffering and pain, was the way the dignity and the strength with which you helped each other, with which you came out, no matter what your situation was, no matter which party you belong to, which religion you belong to, which caste you belong to, what your financial situation was, how you all stood together in the face of that tragedy. രണ്ടാമത്തത്, ആ തീരാ ദുഃഖത്തിന്റെയും ദുരന്തങ്ങളുടെയും ഇടയിൽ ബഹുമാന്യതയും അതുപോലെ തന്നെ നമ്മുടെ അഭിമാനവും ഉയർത്തിപ്പിടിച്ചു നമ്മുടെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് വന്നതാണ്. നമ്മൾ ഏത് കുടുംബ സാഹചര്യത്തിൽ നിന്ന് വന്നവരാണെങ്കിലും, പാവപ്പെട്ടവനോ പണക്കാരനോ ഒന്നും വ്യത്യാസമില്ലാതെ, ഏത് രാഷ്ട്രീയ പാർട്ടിയെന്ന് വ്യത്യാസമില്ലാതെ, മതത്തിന്റെയും ജാതിയുടെയും ഒന്നും വ്യത്യാസമില്ലാതെ ആ ദുരന്തത്തെ മറികടക്കാൻ നമ്മൾ ഒരുമിച്ച് വന്നതാണ് രണ്ടാമത്തെ കാര്യം. So on one side was the destruction and devastation that you saw, and on the other side was the strength and the greatness of the human spirit. അതുകൊണ്ട് ഒരു വശത്ത് നമ്മൾ ദുരന്തത്തിന്റെയും തകർച്ചയുടെയും എല്ലാം വ്യാപ്തിയായിരുന്നെങ്കിൽ മറുവശത്ത് നമ്മൾ അത് അതിജീവിക്കുന്നതിന്റെ നമ്മുടെ ഒരുമയുടെ ഉദാഹരണമായിരുന്നു അത്. And so today, as this township is being inaugurated, it is a solemn occasion for all of us. അതുകൊണ്ട് ഇന്ന് ഈ ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങായി ഇത് മാറുകയാണ്. It is an occasion to remember all those who are no longer here with us. ഈ അവസരം, ഈ ചടങ്ങ് നമ്മുടെ കൂടെ ഒന്നും ഇല്ലാതെയായി മാറിയ ആൾക്കാരെ ഓർക്കുന്നതിന് വേണ്ടിയുള്ള സമയം കൂടിയാണ്. What you have been through is immense. നിങ്ങൾ കടന്നുപോയത് നമുക്ക് പറയാൻ കഴിയാത്ത വളരെ വലിയ ഒരു ദുരന്തമാണ്. You have lost those who wove the fabric of your lives. നിങ്ങൾ ആ ജീവിതത്തിന്റെ, നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിന്റെ നെയ്ത മനുഷ്യരാണ്. Fathers, mothers, children, grandmothers, grandfathers, best friends, colleagues. അച്ഛൻ, മക്കൾ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ്. You have not just been displaced. It is your entire lives that got washed away. Your businesses, the work that you did, everything. നിങ്ങളുടെ ബിസിനസ്സുകൾ, നിങ്ങളുടെ വ്യാപാരങ്ങൾ, നിങ്ങൾ ചെയ്തിരുന്ന പ്രവൃത്തികൾ, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങൾ, എല്ലാത്തിനും നമ്മൾക്ക് നഷ്ടപ്പെട്ടു. Homes and schools. വീടുകൾ, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ. And so when we talk about compensation, even all of us sitting here on stage are fully aware that nothing can actually compensate you for what you have been through, for your pain, for your suffering, and for the people and for the things that you have lost. അതുകൊണ്ട് നഷ്ടപരിഹാരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ വേദിയിൽ ഇരിക്കുന്നവർ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. നിങ്ങൾക്ക് വന്ന നഷ്ടം, നിങ്ങൾ വരുന്ന നഷ്ടങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. But just like you take heart from each other, from your community, and from the spirit that you showed at the time and you continue to show, all of us also take heart. And we try in each way, everyone in their own way, to do whatever we can to support you, to try to rebuild your lives, and to show you at least that there is hope in the future. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, എല്ലാവരും, ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ തന്നെ സ്വയം, നിങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതുകൂടാതെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളും ആ ദിശയിലേക്കാണ്. This township is a first and extremely important step towards showing you that hope and towards rebuilding your lives. ഈ ടൗൺഷിപ്പ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും നിങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ്. I am happy to hear the Honorable Chief Minister say that the work on it will be completed in a timely fashion. ഞാൻ ഇവിടെ ഈ സമയബന്ധിതമായി ഈ പ്രവർത്തനം ഇവിടെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. I am sure that some of the issues regarding some beneficiaries who might have been left out will also be
looked at. അതുപോലെ തന്നെ ഈ നമ്മുടെ ഗുണഭോക്താക്കൾ, ഇതിനകത്ത് ദുരന്ത ബാധിതരായിട്ടുള്ളവർ കുറച്ചെങ്കിലും ചിലരെങ്കിലും പേര് വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ അത് സംബന്ധിച്ചും പരിശോധിക്കും എന്ന് അറിയിച്ചു. And as my colleague said, funds for health are required urgently. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകർ പറഞ്ഞ പോലെ പണം ഇതിന് ഏറ്റവും അടിയന്തരമായി ലഭ്യമാക്കേണ്ടതുണ്ട്. And also many people who took loans in the aftermath of the tragedy that are unable to repay those loans may need assistance. I hope that they will also be looked at favorably. അതുപോലെ തന്നെ ഈ ദുരന്തത്തിന് ശേഷവും അവർക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി വായ്പയെടുത്തവരുണ്ട്, അവർക്ക് തിരിച്ചയക്കാൻ കഴിയാത്തവരുണ്ട്. അവരുടെ പ്രശ്നങ്ങളും വലുതാണ്, അതും ശ്രദ്ധിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു. I think every speaker mentioned how we all worked unitedly at the time of the tragedy and have continued after that unitedly to press upon the central government to release more funds, to declare it a national tragedy, a disaster. However, none of this has been forthcoming. ഇവിടെ സംസാരിച്ച എല്ലാവരും ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞത് ഒരുമിച്ച് നിന്ന് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചായിരുന്നു. ഇവിടെ സംബന്ധിച്ച് ഒരുമിച്ചുണ്ടായിരുന്ന പ്രവർത്തനം നമുക്ക് കേന്ദ്രത്തിലും സർക്കാരിന് മുന്നിലും നമുക്ക് നടത്താൻ സാധിച്ചു. അതിന്റെ ഭാഗമായിട്ട് അതിതീവ്ര ദുരന്തമായിട്ട് ഇത് പ്രഖ്യാപിക്കാൻ സാധിച്ചു. പക്ഷേ എങ്കിലും പണം ലഭിക്കാത്ത പ്രശ്നം. Despite all our efforts, assistance from the central government side, and despite Modi ji coming here, that assistance has been negligible. നമ്മൾ നടത്തിയ ശ്രമങ്ങൾക്കെല്ലാം ഒടുവിലും കേന്ദ്രത്തിൽ നിന്ന് പണം ലഭ്യമാവുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ എത്തിയതിനു ശേഷവും അത്തരത്തിലൊരു നടപടി ഉണ്ടാവുന്നില്ല. I am happy that the Karnataka government today has sanctioned the funds for 100 houses. ഞാൻ കർണാടക സർക്കാർ 100 വീടുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്, ഫണ്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് എനിക്ക് ഏറെ സന്തോഷമുണ്ട്. We hope that the land will soon be allocated for the 100 houses that the Congress party has pledged to build as well. 100 വീടുകൾ കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന 100 വീടുകൾക്ക് വേണ്ടിയും സ്ഥലം എത്രയും പെട്ടെന്ന് നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. And as I said before, all of us are united in providing to you every possible support that we can. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഇതിനൊപ്പം നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതിന് ഒരുമിച്ച് കൂടെയുണ്ട്. What happened to you happened not just alone to you. The entire nation stood with you. The whole of Kerala stood with you. Every single person with a heart who saw what you went through stands with you even today. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് മാത്രം സംഭവിച്ചതല്ല, ഈ നാടിന് മുഴുവനായി സംഭവിച്ചാണ്. ഈ രാജ്യത്തെ മുഴുവൻ ആൾക്കാരും അതുപോലെ തന്നെ സംസ്ഥാനത്തിലെ ആൾക്കാരും എല്ലാവരും ഇത് കണ്ടതാണ്. ആ മനുഷ്യത്വമുള്ള എല്ലാവരും ഇന്ന് നിങ്ങളോടൊപ്പം ആ വേദനയിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. And as you set forth on a new journey of rebuilding your lives, and you take along with you the love and the friendship and the spirit that those you have lost gave to you, the lives that you build with them and the lives that you build in the future, I hope will bring you some comfort. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം വീണ്ടും പടുത്തുയർത്തുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്നേഹം, അതെല്ലാം ഈ മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം. On our part, until you are settled, until you have your homes, until your townships are built, until your lives begin to look hopeful again, we are here by your side to help you in every possible manner. അതുകൊണ്ട് നിങ്ങളുടെ ഈ ടൗൺഷിപ്പ് തീരുന്നവരെ, നിങ്ങളുടെ വീടുകൾ പൂർത്തിയാവുന്നവരെ, നിങ്ങളുടെ ജീവിതങ്ങൾ പടുത്തുയർത്തുന്നവരെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന സമയം വരെ ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് ഒരുമിച്ച് ഉണ്ട്. Thank you. നന്ദി. Thank you, Srimati Priyanka Gandhi, for gracing us with your presence today and for your warm words. അടുത്തതായി നമ്മളോട് സംസാരിക്കാനായി പ്രതിപക്ഷ ഉപനേതാവ് ബഹുമാനപ്പെട്ട ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അവർകളെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രി, ബഹുമാന്യരായ മന്ത്രിമാര്, ബഹുമാന്യയായ പ്രിയങ്കരയായ നമ്മുടെ വയനാടിൻ്റെ MP പ്രിയങ്ക ഗാന്ധിജി, പ്രതിപക്ഷ നേതാവ്
സഹപ്രവർത്തകരായ ജനപ്രതിനിധികൾ, സഹോദരി സഹോദരന്മാർ, വളരെ പ്രസക്തമായ കാര്യങ്ങളൊക്കെ ബഹുമാന്യ മുഖ്യമന്ത്രി തൊട്ട് എല്ലാവരും ഇവിടെ അവസാനം പ്രസംഗിച്ച നമ്മുടെ ജനപ്രതിനിധി MP അടക്കം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ദുരന്തം ഉണ്ടായ ആ നിമിഷം മുതൽ ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ്, കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമൊന്നും ഇല്ലാതെ സഹകരിച്ച് തന്നെയാണ് ഈ നിമിഷം വരെ നമ്മൾ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. അവരവരെ കൊണ്ട് കഴിയുന്നത് അവരവരൊക്കെ ചെയ്യുന്നു. വ്യാപകമായ പുനരധിവാസം സർക്കാർ മുൻകൈയെടുത്ത് നിർവഹിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കക്ഷി, ഞങ്ങൾ നേരത്തെ ഇവിടെ പ്രതിപക്ഷ പറഞ്ഞതുപോലെ എല്ലാവിധ പിന്തുണയും കൊടുത്ത് ആദ്യം മുതലുണ്ടായി. ദുരന്ത ഭൂമിയിൽ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോരായ്മ ഉണ്ടാവുമ്പോൾ അവർക്ക് കയ്യിൽ പണം ഇല്ലാതെ വന്നപ്പോൾ ഓരോരുത്തർക്കും ആദ്യ ഗഡു പണം കൊടുക്കാൻ സന്നദ്ധ കാണിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ ഘട്ടത്തിലും സഹായഹസ്തവുമായി ഞങ്ങൾ അണികളും പ്രവർത്തകരും അതുപോലെയുള്ള എല്ലാവരും ആ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. പറയേണ്ടടുത്ത് പറഞ്ഞും ചെയ്യേണ്ടടുത്ത് ചെയ്തും സഹകരിക്കേണ്ടടുത്ത് സഹകരിച്ചും അങ്ങനെ തന്നെ പോകുന്ന ഒരു രീതി അവലംബിച്ചുകൊണ്ട് വയനാട് അനുഭവിക്കേണ്ട, കിട്ടേണ്ട ആളുകൾക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നിവിടെ ഈ നല്ല രീതിയിൽ ഇത് ഉയർന്നു വരട്ടെ എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ വന്ന് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് കൂടാതെ ഞങ്ങളൊക്കെ പ്രോമിസ് ചെയ്ത രീതിയിലുള്ള പ്രോജക്റ്റ് വരുന്ന 9-ാം തീയതി, ഈ 9-ാം തീയതി തന്നെ ഞങ്ങളുടെ പ്രോജക്റ്റ് ബഹുമാനായ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 100 വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മം അടുത്ത 9-ാം തീയതി ഞങ്ങൾ ഇവിടെ നിർവഹിക്കും എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സഹകരിക്കേണ്ടടുത്ത് സഹകരിച്ചും പറയേണ്ടടുത്ത് പറഞ്ഞും ചെയ്യേണ്ടത് ചെയ്തുമൊക്കെ അനുഭവിച്ച ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്കെപ്പോഴും ഞങ്ങളുടെയൊക്കെ സഹായം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്. നന്ദി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. അടുത്തതായി നമ്മളോട് സംസാരിക്കാനായി വയനാടിന്റെ കൽപ്പറ്റയുടെ ബഹുമാന്യനായ MLA ശ്രീ T സിദ്ദിഖിനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, പ്രിയപ്പെട്ട മന്ത്രിമാർ, ആദരണീയയും ബഹുമാന്യയുമായ വയനാടിൻ്റെ പാർലമെന്റ് അംഗം പ്രിയങ്ക ഗാന്ധി അവർകൾ, പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ്, പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, മരിച്ചതായ നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇടതടവില്ലാത്തതായ പ്രവർത്തനവുമാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് കൂട്ടായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിലേക്ക് വരുന്നത്, ദുരന്തമുണ്ടായ ശേഷം പുത്തുമലയിൽ ആദ്യമായി ഒരു പൊതു ശ്മശാനം ഒരുക്കിയവരാണ് നമ്മൾ. അതൊരു ചെറിയതായ വിരലാണെങ്കിലും, ഒരു ചെറിയ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിലും, മുഴുവനാണെങ്കിലും അവർക്ക് മുഴുവൻ എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനകളുടെ അകമ്പടിയോടുകൂടിയാണ് നമ്മൾ അവരെ ഔദ്യോഗികമായി അവസാന യാത്രയയപ്പ് നമ്മൾ നൽകിയത്. പുത്തുമല ശ്മശാനം ഒരുക്കിയതുപോലെ അത് മരിച്ചവർക്ക് വേണ്ടിയുള്ളതായ ഏറ്റവും വലിയ പ്രവർത്തനം നടത്തിയ നമ്മൾ, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഒരു പുതുജീവനത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇതിൽ ഒരു കാര്യം പ്രത്യേകം
ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ എടുത്തത് 4 മാസക്കാലമാണ്. 529 കോടി രൂപ നമുക്ക് നൽകിയപ്പോൾ 2 ഉപാധികളാണ് അവിടെ വെച്ചത്. അതിലൊന്ന് ഈ വരുന്ന മാർച്ച് 31 മുമ്പ് പണം മുഴുവൻ നിർവഹിച്ചു തീർക്കണമെന്നും, രണ്ടാമത്തെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം 50 കൊല്ലം കൊണ്ട് ആ പണം തിരിച്ചടയ്ക്കണം എന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ NDMA ആക്ട് അമെൻഡ് ചെയ്തപ്പോൾ ദുരന്തബാധിതരായ ആളുകളുടെ സാമ്പത്തികമായിട്ടുള്ള ലോണുകൾ വരെ കേന്ദ്ര സർക്കാരിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുന്നതായ നടപടികൾക്കാണ് അവർ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കൊരിക്കലും ഈ ദുരന്തബാധിതരെ കൈയൊഴിയാൻ പറ്റില്ല. അതിന്റെ പ്രഖ്യാപനങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രിയങ്ക ഗാന്ധി വരെയുള്ള ആളുകൾ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും അതുപോലെ മൈക്രോ പ്ലാൻ ഉൾപ്പെടെ ദുരന്തത്തിന് വിധേയരായിട്ടുള്ള ആളുകളുടെ തുടർ ചികിത്സ ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സ്ട്രക്ചറൽ പുനഃപുനരധിവാസത്തിന്റെ കൂടെ ലൈവ്ലിഹുഡായിട്ടുള്ള ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള പുനരധിവാസത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പൂർണ്ണ തോതിൽ കടന്ന് ലോകത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ജനത. ജപ്പാൻ നമ്മുടെ മുമ്പിൽ പാഠമാണ്. സെക്കൻഡ് വേൾഡ് വാറിൽ ഹിറോഷിമയിലും നാഗസാക്കിയിലും സമ്പൂർണമായി ജപ്പാൻ തകർന്നടിഞ്ഞപ്പോ ഇന്ന് ലോകത്തിന് മുമ്പിൽ ഏറ്റവും വലിയ ടെക്കുകളുടെ രാജ്യമായി, ഏറ്റവും വലിയ ലോഞ്ചിവിറ്റിയുള്ള രാജ്യമായി, ഏറ്റവും വലിയ വിദ്യാസമ്പന്നരുടെ രാജ്യമായി